വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ തരംഗമായിരിക്കുന്ന മറ്റൊരു നമ്മുടെ ഒരു അനിയനെയാണ് വിളിക്കുന്നത്. അവന്റെ പേര് നന്ദു എന്നാണ്. അപ്പോൾ അവൻ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില സ്ട്രീറ്റ് വീഡിയോഗ്രാഫറാണ്. പരിചയമില്ലാത്ത ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് HD ദൃശ്യം അവിടെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അവനെ HD ദൃശ്യം കൂടെ ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. വീഡിയോയിലോട്ട് പോവാം. ഹലോ, നന്ദു അല്ലേ? മോനെ, എന്റെ പേര് സുദർശൻ എന്നാണേ. സുദർശന, പറഞ്ഞോട്ടോ. ഞാൻ വർക്കല ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നു. മോന്റെ വീഡിയോസ് കാണാറുണ്ട്. നമ്മളെ മറ്റേ മദാമയുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു ഇടയ്ക്ക്? ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അത് നമ്മുടെ ടീമിന് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആണോ? അപ്പൊ നമ്മൾ അയർലൻഡിൽ നിന്ന് ഒരു ടീം വരുന്നുണ്ട് വർക്കല പാവനച്ചത്തേക്ക്. എങ്ങനത്തെ എന്ത് ടീമാ? മോനെ, അവിടുത്തെ വിദേശികളാണ് വരുന്നത്. വിദേശികളാണ്? അപ്പം കുറച്ച് സ്റ്റിൽസ് മോൻ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഇപ്പൊ മോനെ വിളിച്ചേ. ഞാന് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട് എടുക്കുന്ന ഇങ്ങനെ പോകുന്ന. അല്ല, അത് മനസ്സിലായോ? വിദേശികൾ മോന് പരിചയം കാണത്തില്ലല്ലോ. മോന് പിന്നെയല്ലേ പരിചയപ്പെടും. നിങ്ങൾ ഫോട്ടോ ഒന്ന് എടുത്താൽ മതി. നമ്മൾ നല്ല വേറൊരു പേജ് ഉണ്ട്, അതിലോട്ട് വിടാൻ വേണ്ടിട്ടാണ്. ആണോ? നമുക്ക് എടുക്കാം. മോൻ എവിടെയാണ്? മോന് കറക്റ്റ് എവിടെ സ്ഥലം എവിടെയാണ്? സ്ഥലം ഞാൻ വന്നിട്ട് ട്രിവാൻഡ്രത്ത് കാട്ടക്കടല. ആണല്ലേ? അപ്പൊ നമ്മുടെ പാവനാശത്താണ് സംഭവം നമ്മുടെ വരുന്നത്. നമുക്ക് ഇപ്പൊ സീസൺ ആയിട്ട് വരെയാണ്. എന്തുവാണ് സീസൺ ആണ്. ഇനിയിപ്പോ ഇവരെ വിദേശികളെ സംഭവമാണ് ഇനി അവിടെ സീനായിട്ട് പോകുന്ന വർക്ക് ഇനി നടക്കുന്നത്. ഓക്കെ ചേട്ടാ, അതിന് എനിക്ക് എന്താ പറയാന്, ഇതിന് വേണ്ടി നിൽക്കാന് ടൈമില്ല. കഴിച്ച എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഫോക്കസ് ചെയ്യുന്നത്, വീഡിയോഗ്രാഫി. മനസ്സിലായില്ല? ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്ട്രീറ്റ് വീഡിയോഗ്രാഫാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി ചെയ്യാറില്ല. ഈ കുറെ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വന്ന് വീഡിയോ എടുക്കാം, അത്രേ പറ്റത്തുള്ളൂ. ആണോ? അപ്പൊ ഈ പാവനാശത്ത് അപ്പൊ ഈ പപ്പടം ഉണക്കാട്ടേക്കണ പോലെ ഇങ്ങനെ സാഹിത്യങ്ങൾ നിരന്നും കിടക്കും, കമന്ന് കിടക്കും. അന്ന് ഫോട്ടോ എടുക്കാൻ നല്ല HD ദൃശ്യം കൂടെ എടുക്കാം. മനസ്സിലായില്ല ചേട്ടാ. നമ്മളെ പപ്പടം ഇല്ലേ? പപ്പടം നമ്മള് പൊടിച്ച് ചോറിന്റെ ഞവിടെ തിന്നണ സാധനം ഇല്ലേ, മഞ്ഞ കളറ്? അത് നമ്പർ കിട്ടിയേ? രാജേന്ദ്രൻ തന്നതാ. അത് പിന്നെ സംസാരിക്കാം, അതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. അപ്പൊ ഈ പപ്പടം ഉണക്കാൻ നമ്മൾ ആദ്യം അതുപോലെ സാഹിത്യത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കും. അപ്പൊ മോൻ വന്ന് നിന്ന് HD ആയിട്ട് ഫോട്ടോ എടുക്കാം. അയ്യോ ചേട്ടാ, അങ്ങനത്തെ ഒന്നും എടുക്കുന്നില്ല. വെക്കല്ലേ, ഞാൻ എന്റെ അഡ്മിറ്റിൽ ഒന്ന് കൊടുക്കാം. നമ്മളതിന്റെ മെയിൻ ഗ്രൂപ്പിന്റെ ഒരു അങ്ങോട്ട് പെൺകുട്ടി കൊണ്ട് കൊടുക്കട്ടെ? സംസാരിക്കും. ഏതാ മറ്റേയാണോ? മറ്റേ ഇൻസ്റ്റാഗ്രാം നീ സംസാരിക്കേ. ഹലോ ഹലോ. ചേട്ടാ, ഞാൻ അഡ്മിനാണ് ഇവരെ ഗ്രൂപ്പിന്റെ. പറഞ്ഞു. അപ്പൊ ഫോട്ടോസ് എടുത്തു തരാൻ പറ്റുമോ? പുള്ളി അങ്ങനെയൊക്കെ സംസാരിക്കും. പുള്ളി എത്തി കോമഡി ആട്ടോ ആള്. ആണോ? അല്ല, ഞാൻ ചെയ്യുന്നത് സ്ട്രീറ്റ് വീഡിയോഗ്രാഫിയാണ് ചെയ്യുന്നത്. അത് അറിഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഞാൻ പോയി ചെയ്യുന്ന പരിപാടിയും ചെയ്യുന്നില്ല. അല്ല, നമുക്ക് വേണമെങ്കിൽ സണ്ണി ലിയോന്റെ ഒരു വർക്ക് ഞാൻ പിടിച്ചു തരാം. സണ്ണി ലിയോ? സണ്ണി ലിയോ അവിടെ വർക്കല ഒരു തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങള് പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ? എനിക്ക് മനസ്സിലാവില്ല. അതെന്തൊരു സംസാരം? അങ്ങനെ ഒരു സണ്ണി ലിയോണ് തട്ടുകട ഏതൊക്കെ പറയപ്പോഴേ. അതെന്താടാ? സണ്ണി ലിയോന് തട്ടുകട ഉദ്ഘാടനം ചെയ്തോളൂ. വലിയ തട്ടുകടയാടാ. വന്നിട്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്യപ്പോ നീ അവിടെ വന്ന് 2 ഫോട്ടോ അങ്ങ് എടുത്ത് കൊടുത്താ പോരാ? നിനക്ക് ഭയങ്കര പാടൊന്നുമില്ലല്ലോ. മൊബൈലിൽ വന്ന് 2 ഫോട്ടോ എടുത്ത് കൊടുത്താ പോരാടാ? സംസാരിക്കാം, ഫോട്ടോ എടുത്താ പറ്റൂ. ഫോട്ടോ എടുത്തു തരാം. ഞാൻ മൊബൈലിൽ നിന്ന് എടുക്കുന്നത്. നീ വിരട്ടിയപ്പോ ചിരിക്കണെന്താ? അല്ല, ഞാൻ എന്റെ ടോൺ ഓൾറെഡി ഇങ്ങനെയാണ് ചേട്ടാ. ഞാൻ മാക്സിമം എല്ലാവരും ചിരിച്ചിട്ട് സംസാരിക്കുന്നത്. എന്റെ ടോണും വേറെ, അതിനും മാറ്റണം. പലതരത്തും പല സൗണ്ട് വേറെ വരും. ഉച്ചക്ക് ചോറ് തിന്നില്ലെങ്കിൽ പല സൗണ്ടാ എനിക്ക് വരുന്നത് തൊണ്ടേന്നേ. ശരി. ഹലോ. അതെനിക്കറിയത്തില്ല, പറഞ്ഞു. അപ്പൊ നിന്റെ അനിയൻ അനന്തു ഇല്ലേ? അതെ. അനന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ ചേട്ടനെ ഒന്ന് പറ്റിക്കണം. പ്രാങ്ക് കോളായിരുന്നു. ഇത് പ്രാങ്ക് കോളായിരുന്നു. ഞാൻ പ്രജിത്ത് കൈലാസം. പ്രജിത്ത്? അതെ, ആളാണ് ഞാൻ. ഇൻസ്റ്റയില് മാത്രമല്ല, കേരളമതി പത്രത്തിൽ വരെ വീഡിയോ. ശരിയാട്ടാ, ഞാൻ അവനുള്ള കൊടുത്തോളാം. അവൻ തന്ന ഇതാണല്ലേ? നിന്റെ അനിയനല്ലേ? കുനിച്ചീർത്തി ഇടിച്ചു. കൊടുത്തോളാം. അപ്പൊ വേറെ എന്റെ സ്ഥലം ട്രിവാൻഡ്രം കാരേറ്റ്, വെഞ്ഞാറമൂട് കാരേറ്റ്. അപ്പൊ ആ ലേഡി സംസാരിച്ചതോ? ലേഡി പോടാ, തൊഴിലുറപ്പിന് പോയി. ഒരിത്തിരി നേരം നിക്കുള്ളൂ. അതെന്താ ലേഡിയോട് തന്നെ സംസാരിക്കണോ? നിനക്ക് ലേഡി നിനക്ക് ലേഡി എന്ന് വെച്ചാൽ നിനക്ക് അങ്ങ് വീർക്കോടാ.
എടാ ചേട്ടാ ഇത് രണ്ടുപേരും ഒരാളാണോ? രണ്ടുപേരും കുറെ പേര് സംസാരിക്കൂടാ. നമ്മള് കുറെ പേരുണ്ട്. എന്റെ പൊന്നു പറയരുത് ചേട്ടാ, ഒരു രക്ഷയില്ല. അടിപൊളി 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 വയസ്സ്. 5 തൊണ്ടായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കടലാണ് പറയല്. എന്റെ പറഞ്ഞു സമ്മതിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. എന്റെ ലേഡി വോയിസ് ബ്രോ. കണ്ണു വെക്കാതെ എന്റെ തൊണ്ട ഒന്ന് തൊട്ടിട്ട് പോടാ. കണ്ണു വെക്കാതെ എന്റെ തൊണ്ട ഒന്ന് തൊട്ടിട്ട് പോടാ. തൊണ്ട പൊട്ടിത്തെറിക്കും മോനെ. ഒരു ഫണ്ണായിട്ട് കണ്ടാ മതി, അങ്ങനെ വിളിച്ചതാണ് കേട്ടോ. അയ്യോ ചേട്ടാ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സന്ദർഭം ഈ ഇടയ്ക്ക് നമ്മുടെ ക്രൈസി അനൂപ് ഇല്ലേ, നമ്മുടെ റിയാക്ഷൻ വീഡിയോ തന്നെ. ഞാൻ അനൂപിനെ അതെ അനൂപിനെ ഒരു പണി കൊടുത്തായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മുടെ ആൾക്കാരെ വിളി കുറവാണ്, ഇപ്പൊ ഇൻസ്റ്റയിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് അപ്പൊ മോനെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഒത്തിരി സംഭവങ്ങളൊക്കെ ഇനിയും നല്ല നല്ല സംഭവങ്ങളായിട്ട് എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ. ഓക്കെ ഡിയർ. ഓക്കെ താങ്ക് യു.